ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ഭംഗിയുള്ള ഫ്ലവർ എല്ലാവർക്കും അറിയായിരിക്കും. ഇത് നമ്മൾ അലങ്കാര സസ്യമായിട്ടൊക്കെ വീട്ടിൽ വളർത്താറുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇതാണ് അരളി. അപ്പോസൈനേസി കുടുംബത്തിലെ നീരിയം ജനുസിലെ എക്സ്പീഷീസായ ഒരു നിത്യഹരിത സസ്യമാണ് അരളി. അപ്പോൾ ഇത് ഇന്ത്യയിലുടനീളം കാണപ്പെടുന്ന ഈ സസ്യത്തിന് എല്ലാതരം കാലാവസ്ഥയിലും വളരാനുള്ള ശേഷിയുണ്ട്. അതുപോലെ തന്നെ മഞ്ഞ, ചുവപ്പ്, വെളുപ്പ്, നീല എന്നീ നിറങ്ങളിലൊക്കെ ഇതിൻ്റെ പുഷ്പങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. എല്ലാ ഭാഗവും വിഷമായ ഈ ചെടി നട്ടു വളർത്തുന്ന ഉദ്യാന സസ്യങ്ങളിൽ ഏറ്റവും വിഷമുള്ളവയിൽ ഒന്നാണ്. അപ്പോൾ ഇത് ഒലിയാന്ത്രിൻ, ഒലിയാന്ത്രിജനിൻ എന്നീ രാസഘടകങ്ങളാണ് ഈ ചെടിയെയും പൂക്കളെയും വിഷമയമാക്കുന്നത്. സമാനമായിട്ട് ഇതേ കുടുംബത്തിൽപ്പെട്ട കോളാമ്പി സസ്യം ചെടിയിലും വിഷം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അരളിച്ചെടി അലങ്കാരത്തിനും അരളിപ്പൂക്കൾ മാല കെട്ടാനും ഒക്കെ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും ഉപയോഗിക്കുന്നുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്തിട്ട് 2024 മെയ് മാസം മുതൽ ദേവസ്വം ബോർഡ് അരളിപ്പൂക്കൾ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കരവീര, അശ്വഘ്ന, അശ്വമാരക, ഹയമാരക എന്നീ പേരുകൾ സംസ്കൃതത്തിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. കനേർ എന്ന് ഹിന്ദിയിലും ഈ സസ്യം അറിയപ്പെടുന്നു. കമ്പുകുത്തിയും പതിവെച്ചും ഒക്കെ നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. ചെടിക്ക് വെളുത്ത നിറത്തിൽ കറ ഉണ്ടാകുന്നുണ്ട്. അരളിയുടെ എല്ലാ ഭാഗവും വിഷമുള്ളതാണ്. തണ്ടും ഇലയും വരെ വിഷമയമായ സസ്യത്തിന് ചെറിയ അളവിലെങ്കിലും ഉള്ളിൽ പോയാൽ വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് കത്തിച്ചിട്ട് പുക ശ്വസിച്ചാൽ കൂടെ വിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ നമുക്ക് ഡെക്കറേറ്റീവ് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വീട്ടിൽ വളർത്താൻ പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ തീർച്ചയായും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു ചെടി വളർത്താനായിട്ട്. അപ്പോൾ ഈ ഒരു അരളിയിൽ മൊത്തത്തിൽ ചെടി ഫുള്ളായിട്ട് വിഷമയമാണ്. അപ്പോൾ അരളിപ്പൂവ് വയ്ക്കുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും എല്ലാം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. അപ്പോൾ ഈ ഒരു പൂവ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് വലിയ കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല, പക്ഷെ കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.